സാൾട്ട് ആൻഡ് ഗഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 എഞ്ചിനീയറിംഗ് പ്രവേശനം 2025-26 അക്കാദമിക് വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് ക്ലാസ് തുടങ്ങുക എന്ന് നിരവധി പേര് ചോദിച്ചിരുന്നു. ആഗസ്റ്റ് 14 വരെയാണ് AICTE നൽകിയിരിക്കുന്ന അവസാന പ്രവേശന ഡേറ്റ്. പ്രവേശനത്തിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ആഗസ്റ്റ് 14 അപ്പോൾ ഈ സമയത്തിനുള്ളിൽ എന്ന് ക്ലാസ് തുടങ്ങും, അതായത് ആഗസ്റ്റ് 14 കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അതിന് മുമ്പോ തുടങ്ങുകയെന്ന് അഡ്മിഷൻ വരുന്ന ഒരുപാട് രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KTU സ്റ്റുഡൻറ്റ് ഡീനിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ എല്ലാ കോളേജിലെയും UG ഡീന്മാർക്ക് പോയിട്ടുണ്ട്, ഒരു മെയിൽ പോയിട്ടുണ്ട്. ആഗസ്റ്റ് 13 ക്ലാസ്സുകൾ ആരംഭിക്കണം എന്നാണ് അതിൽ പറയുന്നത്. KTUവിൻ്റെ, അതായത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളെല്ലാം അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് 13 ക്ലാസ്സുകൾ ആരംഭിക്കും. ആഗസ്റ്റ് 13 മുതൽ 20 വരെ ഒരാഴ്ചക്കാലം ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. ഇൻഡക്ഷൻ പ്രോഗ്രാം എന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഡേറ്റ് ആഗസ്റ്റ് 13 എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് 15-ആം തീയതി ഒഴിവാണ്. 15-ആം തീയതി ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻ്റ്, 16-ആം തീയതി ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവോ ഇല്ല എന്ന് പറയാൻ വയ്യ. 17-ന് സൺഡേ ആണ്. അപ്പോൾ 13, 14 പിന്നെ 18, 19, 20 ഇങ്ങനെ മിക്കവാറും 5 ദിവസം ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും അതിൻ്റെ ഷെഡ്യൂളും അതേപോലെ ഡീറ്റെയിൽഡ് അക്കാഡമിക് കലണ്ടറും പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെയായാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ വെബ്സൈറ്റ്, അതായത് ഒരു ആഗസ്റ്റ് 10 കഴിഞ്ഞിട്ട് ആ വെബ്സൈറ്റ് നോക്കുക. എപ്പോഴാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം, എന്തൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്ത്, ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും, ചിലപ്പോൾ ഓഫ്ലൈനായിട്ടായിരിക്കും. ചില കോളേജുകളിൽ ഈ 2 ദിവസം, ആദ്യത്തെ 2 ദിവസം ഓഫ്ലൈനായിട്ടും പിന്നീട് ഓൺലൈനായിട്ടായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ 2 ദിവസം ഓഫ്ലൈനും പിന്നീട് ഓൺലൈനായിട്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഏത് മോഡിലാണ് നടത്തുന്നത്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജിൽ ഏത് മോഡിലാണ് നടത്തുന്നത് ഒരു ആഗസ്റ്റ് 10-ന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അവിടെ മിക്കവാറും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആഗസ്റ്റ് 10-ന് കയറിയിട്ട് അവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 11-നോ 12-നോ, അതായത് കോളേജിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞ ഡേറ്റിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ നോക്കുക. അതല്ല നിങ്ങൾ എല്ലാ ദിവസവും നോക്കുന്നതിന് അതും പ്രശ്നമല്ല. ചിലപ്പോൾ KTU ആണ് 13 എന്ന് പറഞ്ഞ്, ചിലപ്പോൾ മറ്റ് കോളേജുകൾ, അതായത് NG യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജുകളുണ്ട്, അതേപോലെ കേരള യൂണിവേഴ്സിറ്റി കോളേജുണ്ട്. അവരൊന്നും KTU അല്ല. അവരുടേതായിട്ടുള്ള യൂണിവേഴ്സിറ്റി പറയുന്നതനുസരിച്ചാണ് ക്ലാസ്സിൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവരുടെ ഡേറ്റ് എന്താണെന്നുള്ളത്, അതായത് ആ കോളേജുകൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നവർ ആ കോളേജിലോ അല്ലെങ്കിൽ അതിൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിലോ നോക്കിയിട്ട് വേണം ഡേറ്റ് അറിയാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒന്നുകിൽ കോളേജിൽ വിളിച്ച് ചോദിക്കുക എന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്നുള്ളത്. അതല്ല എങ്കിൽ നിരന്തരം ഇതിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ടിരിക്കുക. KTUവിൻ്റെ കീഴിലുള്ള കോളേജുകൾക്കാണ് ഞാൻ പറഞ്ഞത്. ആഗസ്റ്റ് 10-ന് ശേഷം നിങ്ങൾ ആ കോളേജിൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഷെഡ്യൂളും അതുപോലെ ഇതിൻ്റെ ഏത് മോഡിലാണ് ഇത് നടത്തുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തേർഡ് അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള, സ്പോട്ട് അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരാം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.